ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. നിലമ്പൂർ വീട്ടിക്കുത്ത് റോഡിൽ പ്രവർത്തിക്കുന്ന KNS പലചരക്ക് കടയ്ക്ക് തീപിടിച്ചു. ഇന്നലെ അർദ്ധരാത്രി 2 മണിയോടെയാണ് സംഭവം. നിലമ്പൂർ വീട്ടിക്കുത്ത് റോഡിൽ പ്രവർത്തിക്കുന്ന KNS പലചരക്ക് കടയ്ക്ക് തീപിടിച്ചു. ഇന്നലെ അർദ്ധരാത്രി 2 മണിയോടെയാണ് സംഭവം. ഇന്നലെ കട ഉടമ ഉബൈദ് രാത്രി 11:30ഓടെയാണ് കടയടച്ചു പോയത്. പുലർച്ചെ 2 മണിയോടെയാണ് കടയ്ക്ക് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് കരുതുന്നത്. സമീപവാസികൾ കട ഉടമയെ ഫോണിൽ വിളിക്കുകയും തുടർന്ന് ഫയർ സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും ചെയ്തു. റെസ്ക്യൂ ടീം വന്ന് തീ പൂർണ്ണമായും അണച്ചു. കട പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. കട ഉടമ ഉബൈദ് പറയുന്നത്, പുതിയ ഫ്രിഡ്ജ്, പുതിയ ത്രാസ്, പുതിയ ഇൻവെർട്ടർ, കടയിൽ ഫുൾ സ്റ്റോക്ക് എല്ലാം കൂടെ 10 ലക്ഷം രൂപയുടെ നഷ്ടമാണുണ്ടായതെന്ന് കടയുടമ ഉബൈദ് പറയുന്നു. വീട്ടിക്കുത്ത് റോഡിൽ ഒരു പച്ചക്കറി കച്ചവടം പലർക്കൊക്കെ ആയിട്ട് തുടങ്ങിയ ചെറിയൊരു സ്ഥാപനമാണ്. ഇന്നലെ രാത്രി 11:30 വരെ ഞാനിവിടെ കടയിലുണ്ട്. അതിനുശേഷമാണ് കട അടച്ചു പോണത്. ഇന്ന് രാവിലെ 6 മണിക്ക്, സാധാരണ ഇന്നും 4 മണിക്ക് നീച്ച് സാധനത്തിന് വരുന്നതാണ്. ഇന്ന് ബസ് സമരവും നാളത്തെ പണിമുടക്കൊക്കെ പരിഗണിച്ച് സാധനം ഒന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നീച്ചു പോകുന്നത്. ഇപ്പൊ വരാൻ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ കട കത്തുന്നുണ്ട്, വേഗം വരീന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതിൽ ഞാൻ വന്നപ്പോത്തിന് അവർ മുന്നിലുള്ള ഗ്രില്ല് പൂട്ട് പൊട്ടിച്ചിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഉള്ളിലേക്ക് കയറാന് ഞാൻ ചാവി കൊടുത്തിട്ടാണ് അവർ പൂട്ട് തുറന്നിട്ടുള്ളത്. പൂട്ട് അപ്പോൾ താഴെ പോയിട്ട് അബ്ദുട്ടാക്ക് അറിയുന്ന ഒരു സഹോദരൻ ഉണ്ട്, നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന കസ്റ്റമർ തന്നെയാണ്. മൂപ്പരാണ് കണ്ടത് ആദ്യം. എന്നിട്ട് താഴെ ഫയർ സർവീസ് പോയി പറഞ്ഞ് അവർ വന്ന് ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേനും ഉള്ളിൽ നിന്ന് തീ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ അവര് പൂട്ട് പൊളിച്ച് തുറന്നു നോക്കുമ്പോൾ പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് പോലും നമുക്ക് എടുക്കാനില്ല. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് നല്ലോണം സാധനം നിറച്ചു വെച്ച കടയാണ്. അപ്പോൾ ഒരു സാധനം ഇല്ലാതെ ഫുള്ളായിട്ടും തകർന്നു പോയിട്ടുണ്ട്. 6 മാസമായിട്ടുള്ള ഫ്രിഡ്ജ് വാങ്ങിയിട്ട് അതിന്റെ EMI അടവ് നടന്നുകൊണ്ടിരിക്കണുള്ളൂ. മിഞ്ഞാന്നാണ് ഒരു തുലാസ് വാങ്ങിയത്, 8500 രൂപ തുലാസിനായി. അതും 3 ദിവസമായിട്ടുള്ളൂ. ഇൻവെർട്ടർ വെച്ചിട്ട് 6 മാസമാവുന്നുള്ളൂ. ഈ സാധനങ്ങൾ പൂർണ്ണമായി നശിച്ചു. അവസ്ഥ ഒരു 10 ലക്ഷം റുപ്യ എന്തായാലും നമ്മൾ കണ്ട രീതിയിലുള്ളതുണ്ട്. പിന്നെ പൈസ ഉണ്ടായിരുന്നു, പിന്നെ കസ്റ്റമർ തരാനുള്ള പൈസ ബുക്കിലുള്ളത് എല്ലാം കത്തിപ്പോയിട്ടുണ്ട്. ഒന്നും നമ്മൾ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Celebrating Viva by Shobika Weddings.